എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം ഇപ്പം 8:30 മണിയായി. ഞാനിപ്പോൾ ഒരു വീഡിയോ വരാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ താത്തയുടെ ഒരു വീഡിയോ കണ്ടു. എന്ത് പറഞ്ഞിട്ട്, ലസിത പാലക്കലിന് ഇത്രക്കായിരം പഠിപ്പുണ്ടായിട്ടും ഡ്രൈവറെയാണ് കല്യാണം കഴിച്ചത്. എന്താടോ, നിൻ്റെ അച്ഛൻ ഡ്രൈവറല്ലടി? ആ ഡ്രൈവർമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിൻ്റെ കൂടെ നടക്കുന്ന വെപ്പാട്ടി ഡ്രൈവറല്ലേ? അത് ഡ്രൈവറല്ലേ? അപ്പോൾ പഠിപ്പും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര പൊള്ളൽ. ഇവൾ 9ാം ക്ലാസ്സുകാരിയാണ് എന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇവൾ 9ാം ക്ലാസ്സുകാരിയാണ്, വെറും 9ാം ക്ലാസ്സുകാരി. അത് ഇനിയും പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, നീ അങ്ങനെ മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഉൾപ്പെടെ. പിന്നെ മറ്റൊരു കാര്യം പിന്നെ നീ പറഞ്ഞിട്ടുണ്ട്, എന്താന്ന്, ഞാൻ സെയിൽസ് ഗേളായിട്ട് ഞാൻ ഏത് ഇതിലാണ്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ സെയിൽസ് ഗേളാണെങ്കിൽ നിനക്ക് അതിൻ്റെ ഒരു പ്രൂഫ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ചലഞ്ചാടി, നിനക്കുള്ള ചലഞ്ച്. ഏത് സെയിൽസിലാണ് ഞാൻ നിന്നത് എന്നുള്ളത് ധൈര്യമായിട്ട് നീ വലിയ ഡയലോഗൊക്കെ നീ ശ്രീലേച്ചിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹരിതനെ പറ്റിയിട്ടൊക്കെ ഇട്ട വീഡിയോ ഒക്കെ മുക്കിക്കളഞ്ഞു. ആ മുക്കിയതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നീ വലിയ ഡയലോഗ് ഇളക്കുന്നുണ്ട്. എന്നാ ഇളക്കുന്നത്? പ്രിയനെ പറ്റിയിട്ടും പ്രിയ വരക്കൂല 7 ജന്മം. അതടി, ഒരാള് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട്. ആ ചലഞ്ച് ഞാൻ 2 ദിവസത്തിനുള്ളിലിടും. നീ എന്നാ പറഞ്ഞത്, നിന്റെ പോലെ വരക്കണം എന്നുണ്ടെങ്കിൽ 7 ജന്മം വേണ്ടടി നിന്നെപ്പോലെ ഒരു ഇത് വരയ്ക്കാൻ. കാരണം നിന്റെ ഈ കോപ്പി അടിക്കൽ, നിന്റെ ഈ ആ പേപ്പറിൽ അടിയിൽ വെച്ചിട്ട് വരക്കുന്ന കൃഷ്ണൻ്റെ അതിന് കളറ് ചെയ്യാൻ 7 ജന്മമൊന്നും ജനിക്കൊന്നും വേണ്ട. മനസ്സിലായിനാ? അത് ഏത് ചിത്രകാരൻ അല്ല ചിത്രകാരി അല്ലെ നല്ലോണം ചിത്രകാരൻ വരക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിഷ്പ്രയാസം വരക്കാം. നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അത് പഠിച്ച്, അതായത് ഈ കോപ്പി പേസ്റ്റ് എങ്ങനെയാണെന്ന് പഠിക്കണമല്ലോ. ഒരു പിന്നെ പേപ്പർ വെച്ച് അതിൻ്റെ മേലെ ട്രേസ് എടുത്ത് അങ്ങനെ വരക്കണിക്കൽ നമുക്ക് കുറച്ച് വരവേണം, പഠിക്കണം. നീ എന്താ വിചാരിച്ചത്, ഇങ്ങനെ ഗിന്നസ് ബുക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മോളെ ലൈവായിട്ട് ചിത്രം വരച്ച് കാണിക്കണം. ലൈവായിട്ട് നിൻ്റെ പേപ്പറിലല്ല, നമ്മൾ തരുന്ന ഒരു വെള്ള ഷീറ്റ് പേപ്പറിൻ്റെ അകത്ത് വരച്ച് കാണിക്കണം. അതാടി തൻ്റെ ഇടം. നീ എന്നിട്ട് എന്താ, നിൻ്റെ ആ ചാലഞ്ച് മാത്രം നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ ഞാനൊരു ചാലഞ്ച് അങ്ങ് തരുന്ന, നമുക്ക് ഏതെങ്കിലും ചാനലിൽ വന്നിട്ട് ഞാനൊരു വെല്ലുവിളി, പ്രിയനെയും ഞാൻ വിളിക്കും. പ്രിയക്കും ഒരു പേപ്പർ തരും, നിനക്കും ഒരു പേപ്പർ തരും. ചലഞ്ച് അങ്ങ് ഏറ്റെടുക്കുക. കേട്ടതാത്തെ? അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ സെയിൽസായിട്ട് വർക്ക് ചെയ്തിരുന്നു, ഞാൻ ഡ്രൈവറെയാണ്, ഇതൊന്നും നിൻ്റെ വിഷയമല്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിനെ പറ്റി പറയുന്നത് വെറും കള്ളനാണെന്നാ. അവൻ ആ നാട്ടിൽ നിന്നിട്ട് ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടെന്താ വരാത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. മനസ്സിലായിനാ? അതെന്താണെന്നുള്ളത് നിനക്ക് നല്ല ഉത്തമ ബോധ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നീ ഈ പറഞ്ഞ ഇതെല്ലാം കൂടിയിട്ട് നീ കൊയിലാണ്ടി സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കും. കൈ ഞരമ്പ് മുറിച്ച് കേസ് കൊടുത്തോ? പ്രിയക്കെതിരെ കേസ് കൊടുത്തോ? എന്താടി ചൂലേ കൊടുക്കാത്തത്? ഇനി കൊടുക്ക് ധൈര്യമായിട്ട്. നമ്മളൊക്കെ പേരിലൊരു കേസ് വരാൻ ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്നിട്ടും നീ കൊടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു നീ ആത്മഹത്യാ നാടകം കളിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത ആത്മഹത്യാ നാടകത്തിന് മുതിരുന്നാന്ന്. ഇന്നലത്തെ വീഡിയോ കണ്ട സമയത്ത് എന്നെ ജീവിക്കാൻ വിടുന്നില്ല. ഇനി ആര് ജീവിക്കാൻ വിടും? എനിക്ക് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ പറ്റുന്നില്ലേ, നീ മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് പറയാൻ നിൽക്കരുത്. അത് അന്നത്തേലോട് നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരും അങ്ങനെ നിർത്തും. മനസ്സിലായില്ല ചൂലേ?